നോമിനേഷനിലൂടെ ഈ വീട്ടിൽ നിന്ന് പുറത്താകണമെന്ന് ആഗ്രഹിക്കുന്ന 2 വ്യക്തികളുടെ പേര് കാരണസഹിതം പറയുക എന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, ഒന്നാമതായി ഞാൻ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു. ബിന്നിക്ക് ചാർത്തി കിട്ടിയ പേര് പോലെ തന്നെ ബിന്നിയുടെ സ്വഭാവവും. കുത്തിത്തിരിപ്പ് നടത്തുക, മറ്റൊരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ സങ്കടത്തെ എടുത്ത് മറ്റൊരാളെ ദ്രോഹിക്കാനായിട്ട് ഉപയോഗിക്കുക, കഥയുണ്ടാക്കുക, ആ സങ്കടത്തെ എടുത്ത് മറ്റൊരാളെ അടിക്കാനുള്ളൊരു വടിയായി ഉപയോഗിക്കുക. ബിന്നി മനസ്സിലാക്കുന്നില്ല ആ സങ്കടപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയുടെ ഭാവിയാണ് തുലാസിലാവുന്നതെന്നും ആ വ്യക്തിക്കാണത് ഏറെക്കുറെ ദോഷം ചെയ്യുന്നതെന്നും ബിന്നി മനസ്സിലാക്കുന്നില്ല. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അവരുടെ കുത്തിത്തിരിപ്പാണ് അവർക്ക് പ്രശ്നം. അതുകൊണ്ട് ഡോക്ടർ ബിന്നി, രണ്ടാമതായി ഞാൻ അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അഭിലാഷിനെയും ഞാൻ ഇതേ കാരണങ്ങൾ കൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അഭിലാഷ് ഒരു വിശ്വാസവഞ്ചകനാണ്. അഭിലാഷാണ് എന്നെ പണ്ട് മുതലേ ഓരോ കാര്യങ്ങളിലേക്കും അക്ബറിനെതിരെയായാലും മറ്റുള്ളവർക്കെതിരെയായാലും തിരിഞ്ഞിട്ട് നമുക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നോട് പറയും. ഞങ്ങൾ 2 പേരും കൂടെ സംസാരിച്ച് കാര്യങ്ങൾ എത്തിച്ചതാണ്. എന്നിട്ട് അവസാനം വന്നപ്പം കാല് മാറുകയാണ് ഉണ്ടായത്. അവർ കാണിക്കുന്ന കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നും അവരുടെ മാനിപ്പുലേഷൻ എല്ലാം നമുക്ക് പൊളിച്ചെടുക്കണമെന്നും എല്ലാം പറഞ്ഞ് എൻ്റെ ഒപ്പം നിന്നിട്ട് അവസാനം കാല് മാറുന്ന ഒരു നിലപാടിലേക്കാണ് അഭിലാഷ് മാറിയത്. എൻ്റെ കൂടെ നിൽക്കുകയും ഒരു പ്രശ്നങ്ങൾ വരുമ്പം ന്യൂട്രലായിട്ട് മാറി നിൽക്കുകയും, ഈ പ്രയോഗം ഞാൻ മുമ്പ് പ്രയോഗിച്ചിട്ടുള്ളതാണ്. ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് അഭിലാഷ്. പലപ്പോഴും 2 മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായിയെപ്പോലാണ് അഭിലാഷ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഒന്നിലും അഭിലാഷും പെരുമാറിയിരുന്നത്. അതുകൊണ്ട് അഭിലാഷിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു.